ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജപമാല പിശാചിൻ്റെ തല തകർക്കുന്ന പ്രാർത്ഥനയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈയൊരു ചിന്തയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. തിരുസഭ ദൈവജനത്തിന് നൽകിയ വലിയ ഒരു സമ്മാനമാണ് ജപമാല പ്രാർത്ഥന. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 4 ദൈവരഹസ്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഓരോന്നും 5 എണ്ണമായി വിഭജിച്ചിരിക്കുന്നു. സന്തോഷകരമായ ദൈവരഹസ്യത്തിൽ ഗബ്രിയേൽ മാലാഖ കന്യകാ മറിയത്തോട് ദൈവപുത്രനായ യേശു നിന്നിലൂടെ ജനിക്കുമെന്ന് പറയുന്ന മംഗളവാർത്തയാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് വൃദ്ധ ദമ്പതികളായ സക്കറിയായ്ക്കും എലിസബത്തിനും കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന വാർത്ത കേട്ട മറിയം എലിസബത്തിനെ പോയി കണ്ട് 6 മാസത്തോളം ശുശ്രൂഷ ചെയ്യുന്നതാണ് ധ്യാനിക്കുന്നത്. യേശു ബെത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ ജനിക്കുന്നത് മൂന്നാമത്തേതും. ദൈവപുത്രനെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ശിമിയോൻ എന്ന മഹാത്മാവിനെ കണ്ടുമുട്ടുന്നത് 4-മത്തേതും. ഒടുവിലായി 12 വയസ്സുള്ള യേശുവുമായി ജെറുസലേം ദേവാലയത്തിൽ പോകുന്നതും മാതാപിതാക്കൾ കുട്ടിയെ കാണാതെ അന്വേഷിക്കുമ്പോൾ 3-ാം ദിവസം വേദശാസ്ത്രിയുമായി തർക്കിക്കുന്ന ബാലനെ കാണുന്നതാണ്. ഈ രഹസ്യങ്ങൾ ചൊല്ലുന്നത് ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ്. രണ്ടാമത്തേത് പ്രകാശത്തിൻ്റെ രഹസ്യമാണ്. ഈശോ ജോർദാൻ നദിയിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുന്നതും സ്വർഗത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരമുണ്ടായി എന്ന് ധ്യാനിക്കുന്നു. അതായത് പരസ്യ ജീവിതകാലത്തിൻ്റെ തുടക്കം. രണ്ടാമത്തേത് കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കി മാറ്റിയ അത്ഭുതം വിവരിക്കുന്നു. ഒത്തിരി അത്ഭുതങ്ങൾ 3 വർഷക്കാലത്തിനുള്ളിൽ ചെയ്തെങ്കിലും ആദ്യത്തേത് മാത്രം പ്രതിപാദിക്കുന്നു. മൂന്നാമത്തേതിൽ പറയുന്നത് സ്വർഗരാജ്യം ആഗതമായി അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന ആഹ്വാനമാണ്. ഇതിൽ ജനങ്ങളുടെ ഇടയിൽ വെച്ച് പറഞ്ഞ വചനങ്ങളും ഉപമകളുമെല്ലാം ഉൾപ്പെടുന്നു. പിന്നീട് തൻ്റെ പ്രിയപ്പെട്ട 3 ശിഷ്യരെ താബോർ മലയിലേക്ക് കൊണ്ടുപോകുകയും അവിടെ വെച്ച് രൂപാന്തരപ്പെടുകയും താൻ ദൈവപുത്രനാണ് എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അവസാനമായി പെസഹ വ്യാഴാഴ്ച തൻ്റെ തിരുശരീര രക്തങ്ങൾ വിഭജിച്ചു നൽകുന്ന കൂദാശ സ്ഥാപിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ പരസ്യ ജീവിതകാലമത്രയും പ്രകാശത്തിൻ്റെ രഹസ്യത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇത് വ്യാഴാഴ്ചയാണ് ചൊല്ലുന്നത്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ധ്യാനിക്കുന്ന ദുഃഖകരമായ രഹസ്യങ്ങളിൽ ആദ്യത്തേത് ഗെത്സമേൻ തോട്ടത്തിലെ യേശുവിൻ്റെ പ്രാർത്ഥനയാണ്. വരാനിരിക്കുന്ന പീഡകൾ അറിയാവുന്ന ദൈവപുത്രൻ രക്തം വീർത്ത് പ്രാർത്ഥിക്കുകയും ഒരു മാലാഖ അവിടെ സഹായത്തിനെത്തുകയും ചെയ്യുന്നതായി വിശുദ്ധ ഗ്രന്ഥം പ്രതിപാദിക്കുന്നു. ബന്ധിതനായ യേശു പിലാത്തോസിൻ്റെ ഭവനത്തിൽ ഒരു കുറ്റവാളിയെപ്പോലെ നിൽക്കുന്നതും ചാട്ടവാറടി വാങ്ങുന്നതും കഴിഞ്ഞ് യഹൂദന്മാർ ഒരു മുൾക്കിരീടം തലയിൽ വെച്ചുകൊണ്ട് അപമാനിക്കുന്നതാണ് കാണുന്നത്. കുറ്റാരോപിതനായി ഗാഗുൽത്തായിലേക്ക് നീങ്ങുമ്പോൾ തൻ്റെ 3 ഇരട്ടി ഭാരമുള്ള ഒരു കുരിശും തോളത്ത് വെച്ചു കൊടുക്കുന്നു. അവസാനമായി ഗാഗുൽത്തായിൽ എത്തുമ്പോൾ തൻ്റെ മാതാവിൻ്റെയും ശിഷ്യന്മാരുടെയും അവിടെ കൂടിയിരിക്കുന്ന സകലരുടെയും മുന്നിൽ വെച്ച് വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി പൂർണ്ണ നഗ്നനാക്കി കുരിശിൽ തറച്ചു കൊല്ലുന്നു. 33 വയസ്സുള്ള ഒരു യുവാവിനെ എങ്ങനെയെല്ലാം നിന്ദിക്കാമോ അതെല്ലാം ചെയ്തു. കുരിശിൻ്റെ വഴിയുടെ ഒരു രത്നച്ചുരുക്കമാണ് ഈ ദൈവരഹസ്യം. ഏറ്റവും ഒടുവിലത്തേതാണ് മഹിമയുടെ രഹസ്യം. പീഡാനുഭവം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുന്ന ക്രിസ്തുവിനെ ഇവിടെ ധ്യാനിക്കുന്നു. 40 നാൾ ശിഷ്യന്മാരോടൊപ്പം കഴിഞ്ഞതിന് ശേഷം സ്വർഗാരോഹണം ചെയ്യുന്ന ദൈവത്തെ രണ്ടാമത്തേതിലും. വിശുദ്ധ കുർബാന സ്ഥാപിച്ച സെഹിയോൻ മാളികയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരുടെയും മാതാവിൻ്റെയും മുമ്പാകെ ക്രിസ്തു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് വരുന്നതാണ് മൂന്നാമതായി നാം കാണുന്നത്. 4-മത്തേത് മറിയത്തിൻ്റെ മരണവും അവസാനമായി മറിയത്തെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി അവതരിക്കപ്പെടുന്നതും നാം കാണുന്നു. ചുരുക്കത്തിൽ 4 സുവിശേഷങ്ങളിലും അടങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ ചുരുക്കമാണ് നാം ജപമാലയിൽ ധ്യാനിക്കുന്നത്. എന്നെ അന്വേഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ അന്വേഷിക്കുന്നവർക്ക് താൻ സമീപസ്ഥനാണെന്ന വചനം ഇവിടെ ഓർക്കാം. 4 ദൈവരഹസ്യങ്ങളും ഒന്നിച്ചു ചൊല്ലുമ്പോൾ ഒരു സമ്പൂർണ്ണ ജപമാലയാകും. ആഴ്ചയിൽ 7 ദിവസവും ജപമാല ചൊല്ലുന്നവർ 2 പ്രാവശ്യം പൂർണ്ണമായി സുവിശേഷം അനുസ്മരിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളിടത്ത് സാത്താന് സ്ഥാനമില്ല എന്ന് നമ്മൾക്ക് അറിയാമല്ലോ. ജപമാലയുടെ തുടക്കത്തിൽ വിശ്വാസപ്രമാണം ഏറ്റുചൊല്ലുന്നുണ്ട്. അതിൽ എത്ര പ്രാവശ്യമാണ് നാം വിശ്വസിക്കുന്നു എന്ന് ആവർത്തിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൂടാതെ 6 പ്രാവശ്യം കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയും 53 പ്രാവശ്യം ഗബ്രിയേൽ മാലാഖ
മറിയത്തോട് പറഞ്ഞ നന്മ നിറഞ്ഞ മറിയമേ എന്ന വചനവും നാം ആവർത്തിക്കുന്നു. ഇങ്ങനെ ദൈവനാമം ഉരുവിടുന്ന സ്ഥലത്ത് പിശാചിൻ്റെ തന്ത്രങ്ങൾ ഒന്നും വിലപ്പോകില്ല. അതുകൊണ്ടാണ് ജപമാല പിശാചിൻ്റെ തല തകർക്കുന്ന പ്രാർത്ഥനയാണ് എന്ന് പറയുന്നത്. ഇനി മുതൽ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഈ ഒരു ചിന്തയോടും വിശ്വാസത്തോടും കൂടി ചൊല്ലുക. തീർച്ചയായും ദൈവിക സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ടാകും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.